ഇതിപ്പോൾ DDയുടെ ലോഗിനിലാണ് ഞാനുള്ളത്. ഇവിടെ വന്നിട്ടുണ്ട് ലീവ് അക്കൗണ്ട് ക്യാൻസലേഷൻ റിക്വസ്റ്റ് 2 എണ്ണം വന്ന് കിടപ്പുണ്ട്. നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഒരെണ്ണം കൂടി ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആക്ഷൻ പേജ് എടുക്കുന്നു. ആക്ഷൻ പേജ് എടുക്കുന്നതിനേക്കാൾ നല്ലത് സർവീസ് മാറ്റേഴ്സിൽ ചെന്നിട്ട് ലീവ് COD പ്രോസസ്സിംഗിൽ ലീവ് അക്കൗണ്ട് ക്യാൻസലേഷൻ അപ്രൂവലിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. നേരത്തെ റിക്വസ്റ്റ് ആയിരുന്നു, ഇപ്പോൾ നമ്മൾ അപ്രൂവലിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 2 പേരുടെ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മളിതിൽ ആവശ്യമുള്ള ആളിൻ്റെ റിക്വസ്റ്റ് സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തു. ആളിൻ്റെ പേര്, മറ്റു ഡീറ്റെയിൽസ്, എത്ര ലീവ് ക്രെഡിറ്റിലുണ്ട്, ആരാണ് ഫോർവേഡ് ചെയ്തിരിക്കുന്നതെന്നുണ്ട്. ഇവിടെ റിമാർക്സ് ഇഫ് എനി ഉണ്ട്. റിമാർക്സ് അപ്രൂവ്ഡ് ആണ്. ഞാനിവിടെ അപ്രൂവ്ഡ് കൊടുക്കുന്നു. അപ്രൂവ് ചെയ്യുന്നു. അപ്രൂവ്ഡ് ആൻഡ് സക്സസ്ഫുള്ളി ക്യാൻസൽഡ് ലീവ് അക്കൗണ്ട്. ഓക്കെ കൊടുത്തു. ഇനി ഞാൻ വീണ്ടും ഈ ലോഗിനിൽ നിന്നുകൊണ്ട് തന്നെ ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണ്. ക്യാൻസലേഷൻ റിക്വസ്റ്റ്, രണ്ടാമത്തെ ക്യാൻസലേഷൻ റിക്വസ്റ്റ്, ലീവ് അക്കൗണ്ട് ക്യാൻസലേഷൻ റിക്വസ്റ്റ് സെലക്ട് ചെയ്തപ്പോൾ രണ്ടാമത്തെ അപ്ഡേഷൻ 1/4/15 നടന്ന, അതായത് ആദ്യത്തെ അപ്ഡേഷൻ അത് വന്നിരിക്കുകയാണ്. നേരത്തെ നോക്കിയപ്പോൾ ഇത് വന്നിട്ടില്ലായിരുന്നു അല്ലേ, ആ 103 വന്നത്. ഇതിപ്പോൾ 154 എന്ന് പറയുന്ന ആ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. നമ്മൾ അതുകൂടി ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ്. അതുകൂടി ക്യാൻസൽ ചെയ്താലേ നമുക്ക് നമ്മൾ പറഞ്ഞ രീതിയിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സെലക്ട് ചെയ്യുന്നു. ഇവിടെയും നമ്മൾ റീകാൽക്കുലേഷൻ കൊടുത്തു. ഫോർവേഡ് ഫോർ അപ്രൂവൽ, സക്സസ്ഫുള്ളി ഫോർവേഡ്. നമ്മൾ വീണ്ടും ചെല്ലുന്നു. ലീവ് അക്കൗണ്ട് ക്യാൻസലേഷൻ അപ്രൂവൽ. ഇവിടെ വീണ്ടും നമ്മൾ കൊടുത്തിരിക്കുന്ന 2015 അപ്ഡേഷൻ വന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ലീവ് ഓൺ ക്രെഡിറ്റ് 154 ഇത് ഫോർവേഡ് ബൈ DDO തന്നെയാണ്. റിമാർക്സ് കൊടുക്കുന്നു. അപ്രൂവൽ. ഓക്കെ കൊടുത്തു. അപ്രൂവ് ചെയ്തു. അപ്രൂവ്ഡ് ആൻഡ് സക്സസ്ഫുള്ളി ക്യാൻസൽഡ് ലീവ് അക്കൗണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ ക്ലർക്കിന്റെ ലോഗിനിലേക്ക് പോയാണ് നമ്മൾ അപ്ഡേഷൻ ചെയ്യുന്നത്. ഇവിടെ DDയുടെ ലോഗിൻ ഓപ്പൺ ആയതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇത് ചെയ്യാൻ പോവുകയാണ്. ലീവ് എത്രയാണുള്ളത്? 181.44 ലീവാണ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. എന്നാണ് 1/4/2024, അതായത് ഇതിന്റെ തൊട്ടടുത്ത ദിവസം അല്ലേ. നമ്മൾ വീണ്ടും സ്പാർക്കിൽ പോകുന്നു. ക്ലർക്കിന്റെ ലോഗിനാണ്. ഈവൻ DDയുടെ ലോഗിനിലും അത് ചെയ്യാം. അതുകൊണ്ടാണ് ഞാനിത് കണ്ടിന്യൂ ചെയ്യുന്നത്. ലീവ് അക്കൗണ്ട് പ്രോസസ്സിംഗ് അല്ലേ. എംപ്ലോയിയെ സെലക്ട് ചെയ്തു. EL സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി എൻ്റർ ഓപ്പണിംഗ് ബാലൻസ് എന്നുള്ളത് ഇവിടെ എനേബിൾ ആയിരിക്കണം അല്ലേ. നേരത്തെ ഇതായിരുന്നു എനേബിളെങ്കിൽ ഇപ്പോൾ ഇത് രണ്ടും എനേബിൾ ആയിരിക്കുകയാണ്. ഒന്നുകിൽ നമുക്ക് എൻ്റർ ഓപ്പണിംഗ് ബാലൻസ് ചെയ്യാം, അല്ലെങ്കിൽ വർക്കൗട്ട് ലീവ് ബാലൻസ് വിത്ത് എഫക്ട് ഫ്രം ഡേറ്റ് ഓഫ് ജോയിനിങ് ഇൻ ഗവൺമെന്റ്. ഇദ്ദേഹം ജോലിയിൽ പ്രവേശിച്ച കാലം മുതൽ ഇങ്ങോട്ടുള്ളത് സ്പാർക്ക് നമുക്ക് അപ്ഡേറ്റ് ചെയ്തു തരും. പക്ഷേ ഇദ്ദേഹം വളരെ വർഷങ്ങൾക്ക് മുൻപ്, 10-20 വർഷത്തിന് മുമ്പ് ജോലിയിൽ പ്രവേശിച്ച ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന്റെ പഴയ ലീവുകളൊന്നും ഇതിനകത്ത് അപ്ഡേഷൻ ഉണ്ടാവണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇത് തെറ്റായിരിക്കും ഇതുവഴി ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും സർവീസ് കൂടുതലുള്ള ആൾക്കാർക്ക് ഈ എൻ്റർ ഓപ്പണിംഗ് ബാലൻസ് എന്നുള്ള ഈ പോർഷനാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ഇത് നമുക്ക് എനേബിൾ ആയിരിക്കുകയാണ്. നമ്മളിവിടെ എൻ്റർ ഓപ്പണിംഗ് ബാലൻസ് ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ഏത് ഡേറ്റിലാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്? 1/4/2024 അല്ലേ. അപ്പോൾ നമ്മളിവിടെ 2024 1, അതായത് 1/4/2024 നമ്മൾ സെലക്ട് ചെയ്തു. നമ്പർ ഓഫ് ഡേയ്സ്, നമ്മളുടെ സർവീസ് ബുക്ക് നോക്കുക, 181.44. നമ്മളവിടെ അത് അപ്ഡേറ്റ് ചെയ്യുകയാണ്. അപ്ഡേറ്റ് ചെയ്തു. ഗോ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കുക, ഡേറ്റ് ഓഫ് ജോയിനിങ്ങിന് ശേഷം ഉണ്ടായിട്ടുള്ള മുഴുവൻ ലീവുകളുടെയും, അതായത് ഈ 99 ഇദ്ദേഹം സർവീസിൽ കയറിയത്, അതിനുശേഷം ഉള്ള മുഴുവൻ ലീവുകളുടെയും എണ്ണം ഇവിടെ ഉണ്ട്. ആ ലീവുകളിൽ ഏൺ ലീവായി വന്നിട്ടുള്ളത് എത്ര, അതിൽ ഡയസ്നോൺ എത്ര, ഹാഫ് പേ ലീവ് എത്ര, കമ്മ്യൂട്ടഡ് ലീവ് എത്ര, സർവീസിൽ കയറിയതിനു ശേഷമുള്ള മുഴുവൻ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടെ ഡയസ്നോൺ കണ്ടില്ലേ, 44 ദിവസമാണ്. അതായത് മുൻപ് നടന്ന ഒരു സമരത്തിൽ 1 മാസത്തിലധികം കാലം ഇദ്ദേഹം സമരത്തിൽ പങ്കെടുത്തതിനാണ്. ആ ദിവസങ്ങളും അതിനുശേഷം പല ഘട്ടങ്ങളിലായി നടന്ന സമരങ്ങളിൽ പങ്കെടുത്തതിന്റെ ഡയസ്നോൺ എല്ലാം കൂടെ ചേർത്ത് 44 ഡയസ്നോൺ ഉണ്ട്. പിന്നെ ഹാഫ് പേ ലീവ് എടുത്തിട്ടുള്ളതുണ്ട്, കമ്മ്യൂട്ടഡ് ലീവ് എടുത്തിട്ടുള്ളതുണ്ട്. എല്ലാം സർവീസിൽ കയറി തൊട്ട് ഇങ്ങോട്ടുള്ള മുഴുവൻ ലീവുകളും വന്നതിന് ശേഷം നെറ്റ് ക്രെഡിറ്റ് ആസ് എൻഡേഡ് എബോവ്, അതായത് മുകളിൽ കൊടുത്തിരിക്കുന്നതനുസരിച്ച് അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. സർവീസ് ബുക്കാണ് അടിസ്ഥാനം. ഈ സർവീസ് ബുക്കിൽ കാണുന്നതാണ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ 181.44. ഇത് നമ്മൾ കൺഫേം ചെയ്യുകയാണ്. അല്ലെങ്കിൽ നമുക്കിവിടെ ചൂസ് ഫയൽ കൊടുക്കാം. വേണമെങ്കിൽ ആ സർവീസ് ബുക്ക് നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാം. ഞാനിവിടെ JPEG ആയിട്ടാണ് സേവ് ചെയ്തിരിക്കുന്നത്. അതിനെ PDF ആയതിനു ശേഷം നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാൻ കഴിയും. ഞാനിവിടെ തൽക്കാലം അത് ചെയ്യുന്നില്ല. ഞാനിവിടെ കൺഫേം ചെയ്യുകയാണ്. ആർ യു ഷ്യൂർ ടു അപ്ഡേറ്റ് ദ ലീവ് അക്കൗണ്ട് ഓഫ് ദ എംപ്ലോയി ആസ് പെർ ഡീറ്റെയിൽസ് എബോവ്? ഓക്കെ കൊടുക്കുന്നു. ലീവ് റെക്കോർഡ് സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ്. ഇനി നമുക്ക് ഒന്നുകൂടി ഇദ്ദേഹത്തിന്റെ ലീവ് അക്കൗണ്ട് എടുത്തു നോക്കാം. EL മാത്രമായിട്ട് എത്രയാണ്? 181.44. ബാക്കി ഇതെല്ലാം ക്യാൻസൽഡ് ലീവ് അക്കൗണ്ട്സ്. അതിന്റെ ഡീറ്റെയിൽസും ഇതിനകത്ത് കിടപ്പുണ്ട്. ഏതെങ്കിലും ഒരു കാലത്ത് ആർക്കെങ്കിലും ഒന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ലീവാണ് എപ്പോഴാണ് ക്യാൻസൽ ചെയ്തതെന്ന് ഇതിനകത്ത് അറിയാൻ പറ്റും. ഈ ഒരു ജീവനക്കാരൻ്റെ ഒരു പ്രത്യേകത്തിന് 2 അപ്ഡേഷനേ ഉണ്ടായിരുന്നുള്ളൂ. ചിലർക്ക് 4-5 അപ്ഡേഷനൊക്കെ ഉണ്ടാവും. 6 അപ്ഡേഷനൊക്കെ ഉള്ള ഒരുപാട് ജീവനക്കാരുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ഓരോ അപ്ഡേഷൻസും നമ്മളെടുത്ത് ക്യാൻസലേഷൻ റിക്വസ്റ്റ് കൊടുത്ത് അപ്രൂവ് ചെയ്ത് വേണം വരാനുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റർ ഓപ്പണിംഗ് ബാലൻസ് വെച്ച് ഒരാളുടെ ലീവ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഹാഫ് പേ ലീവിലും കേട്ടോ. ഹാഫ് പേ ലീവിനും നമ്മൾ ഇതുപോലെ റിക്വസ്റ്റ് കൊടുത്ത് ഹാഫ് പേ ലീവ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഡേയ്സ് ഓൺ ക്രെഡിറ്റ് 3/10/2015 222 ലീവ് കിടക്കുന്നത്. എന്നാൽ അതിനുശേഷം ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരുപാട് ലീവുകൾ എടുത്തിട്ടുണ്ടാവും. ഇദ്ദേഹത്തിന് കുറെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും, ആഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതെല്ലാം നമ്മുടെ സർവീസ് ബുക്ക് നോക്കിയതിന് ശേഷം എൻ്റർ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ വഴി മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലീവ് അക്കൗണ്ടിൽ ചെന്ന് ലീവ് അക്കൗണ്ട് ക്യാൻസലേഷൻ റിക്വസ്റ്റ് കൊടുത്ത് അപ്രൂവ് ചെയ്ത് HPL-ഉം EL ചെയ്തതുപോലെ തന്നെ ഇവിടെ ചെയ്ത് എൻ്റർ ഓപ്പണിംഗ് ബാലൻസ് എനേബിൾ ആക്കിയ ശേഷം അപ്ഡേറ്റ് ചെയ്യും. ഇനി നമുക്ക് മൂന്നാമത്തെ മെത്തേഡായ വർക്കൗട്ട് ലീവ് ബാലൻസ് വിത്ത് എഫക്ട് ഫ്രം ദ ഡേറ്റ് ഓഫ് ജോയിനിങ്. ആ മാർഗത്തിലൂടെ നമുക്ക് ഒരു ജീവനക്കാരന്റെ ലീവ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു സർവീസിൽ അധികകാലമായിട്ടില്ലാത്ത ഒരാൾക്ക് ഏറ്റവും നന്നായി ലീവ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയൊരു മാർഗമാണത്. അതിനുവേണ്ടി നമ്മൾ വീണ്ടും സർവീസ് മാറ്റേഴ്സ്, ലീവ്, COD പ്രോസസ്സിങ്ങിൽ ലീവ് അക്കൗണ്ട് പ്രോസസ്സിംഗ് എടുക്കുകയാണ്. നമ്മൾ നേരത്തെ പോലെ തന്നെ എല്ലാം സെലക്ട് ചെയ്യുന്നു. ഒരു ജീവനക്കാരനെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. 2020 അദ്ദേഹം സർവീസിൽ കയറുന്നത്. ഇപ്പോൾ 4 വർഷമേ ആയിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ EL ഒന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ EL ഇപ്പോൾ 30/9/2022 അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. 49.59 ലീവ് ക്രെഡിറ്റിലുണ്ട്. നമുക്കത് പോരാ. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ക്രെഡിറ്റിൽ എത്ര ലീവ് ഉണ്ടെന്ന് നോക്കണം. ഇവിടെ നോക്കുക, വർക്കൗട്ട് ലീവ് ബാലൻസ് വിത്ത് എഫക്ട് ഫ്രം ഡേറ്റ് ഓഫ് ജോയിനിങ് ഇൻ ഗവൺമെന്റ് എന്നുള്ളത് എനേബിൾ ആയിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യണം? ക്യാൻസലേഷൻ റിക്വസ്റ്റ് കൊടുക്കണം. അപ്പോൾ നമ്മൾ വീണ്ടും ക്യാൻസലേഷൻ റിക്വസ്റ്റ് കൊടുക്കുകയാണ്. EL ആണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. സെലക്ട് ചെയ്തു. റീസൺ ഫോർ ക്യാൻസലേഷൻ നമ്മൾ കൊടുക്കുന്നു. റീകാൽക്കുലേഷൻ. ഫോർവേഡ് ഫോർ അപ്രൂവൽ. സക്സസ്ഫുള്ളി ഫോർവേഡഡ് ദ റിക്വസ്റ്റ് ഫോർ അപ്രൂവൽ എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ കൊടുത്തു. ഇനി നമ്മൾ പോകേണ്ടത് എവിടെയാണ്? DDOയുടെ ലോഗിനിലാണ്. അപ്പോൾ നമ്മൾ DDOയുടെ ലോഗിനിൽ കയറിയിരിക്കുകയാണ്. നമ്മളിവിടെ ലീവ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാൻസലേഷൻ അപ്രൂവൽ കൊടുക്കുന്നു. ഇവിടെ 2 ജീവനക്കാരുടെ വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഇപ്പോൾ ചെയ്ത ജീവനക്കാരൻ്റെ സെലക്ട് ചെയ്യുകയാണ്. എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. 49.50 ആ ലീവുണ്ട്. റിമാർക്സ് കൊടുക്കുന്നു. അപ്രൂവ് ചെയ്യുന്നു. അപ്രൂവ്ഡ് ആൻഡ് സക്സസ്ഫുള്ളി ക്യാൻസൽഡ് ലീവ് അക്കൗണ്ട്. ഓക്കെ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ക്ലർക്കിന്റെ ലോഗിനിലേക്ക് പോകാം. ഞാൻ ഇവിടെ നിന്ന് തന്നെ ഇതിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുകയാണ്. രണ്ടായാലും സെയിം എഫക്റ്റ് ആണ്. DDOയുടെ ലോഗിൻ ലോഗൌട്ട് ആകാതിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിവിടെ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ലോഗൌട്ട് ആയാലും കുഴപ്പമില്ല, നേരെ ക്ലർക്കിന്റെ ലോഗിനിൽ പോയിട്ട് ചെയ്യാം. വീണ്ടും നമ്മൾ ലീവ് അക്കൗണ്ട് പ്രോസസ്സിംഗ് എടുക്കുന്നു. ഇവിടെ സെലക്ട് ചെയ്യാണ്. EL ആണ് സെലക്ട് ചെയ്യാനുള്ളത്. നമുക്കിപ്പോൾ കാണാം വർക്കൗട്ട് ലീവ് ബാലൻസ് വിത്ത് എഫക്ട് ഫ്രം ഡേറ്റ് ഓഫ് ജോയിനിങ് ഇൻ ഗവൺമെന്റ് എന്നുള്ളത് എനേബിൾ ആയിരിക്കണം അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ടിക്ക് ചെയ്യുന്നു. നേരത്തെ നമ്മൾ എൻ്റർ ഓപ്പണിംഗ് ബാലൻസ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഇത് ടിക്ക് ചെയ്യുകയാണ്. നമ്മൾ ഡേറ്റ് കൊടുക്കുന്നു. നമുക്ക് 31/3 എന്ന് പറയുന്ന ഡേറ്റ് കൊടുക്കാം. മാർച്ച് 31 ഗോ കൊടുക്കുന്നു. സർവീസിൽ കയറിയ ശേഷം അദ്ദേഹത്തിന് ആകെ ഏൺ ചെയ്യാൻ കഴിഞ്ഞ EL എന്ന് പറയുന്നത് 115.91 പീരീഡ് ഓഫ് ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ 1/10/20 ആ ജീവനക്കാരൻ സർവീസിൽ കയറിയത്. 1277 ദിവസം സർവീസിലുണ്ടായിരുന്നു.
അതിനുശേഷം വന്നിട്ടുള്ള ലീവുകൾ താഴെ ചേർക്കുന്നു. ഇതാ ഇവിടെ ഡയസ്നോൺ 2 ദിവസമുണ്ട്, മറ്റ് ലീവുകളൊന്നുമില്ല. സറണ്ടർ ഓഫ് ഏൺ ലീവ് 90 ദിവസം, അതായത് 3 പ്രാവശ്യം സർവീസിൽ കയറിയിട്ട് 3 പ്രാവശ്യം അദ്ദേഹം ലീവ് സറണ്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 90 ലീവ് അതിനകത്ത് നിന്ന് കുറയും. അപ്പോൾ 115.91 അദ്ദേഹത്തിന്റെ ടോട്ടൽ ലീവ്. അതിൽ നിന്ന്, അതായത് സർവീസിൽ കയറിയ കാലം മുതൽ ഈ 31/3/2024 വരെ അദ്ദേഹത്തിന്റെ ടോട്ടൽ ലീവ് എന്ന് പറയുന്നത് 115.91. അതിൽ നിന്ന് ഈ 90 ഏൺ ലീവ് സറണ്ടർ ചെയ്ത് കുറയും. ഈ 2 ഡയസ്നോൺ കുറയും. ഇതിനിടയ്ക്ക് LW ഒന്നും എടുത്തിട്ടില്ല, അതുണ്ടായിരുന്നെങ്കിൽ അതെല്ലാം കുറഞ്ഞേനെ. മറ്റൊരു ലീവും തന്നെ എടുത്തിട്ടില്ല. ഇപ്പോൾ നോക്കുക, 115.91, അത് നെറ്റ് ക്രെഡിറ്റ് 25.91 ആയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ എത്രയാണുള്ളത്? 25.91. ഇവിടെ നോക്കുക, ഇവിടെ 30/9/22 49.59 ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം നമ്മൾ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തപ്പോൾ മറ്റ് ലീവുകളെല്ലാം കുറച്ച് 25.91 ആയി വന്നിരിക്കുകയാണ്. നമ്മളിവിടെ കൺഫേം കൊടുക്കുന്നു. ആർ യു ഷുവർ? ഓക്കെ കൊടുത്തു. ലീവ് റെക്കോർഡ് സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ്. ഒന്നുകൂടി നമുക്ക് എടുത്ത് നോക്കാം, എത്ര ഉണ്ടെന്ന് നോക്കാം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ക്രെഡിറ്റിൽ 25.91 ലീവാണുള്ളത്. അപ്പോൾ ഈ രീതിയിലാണ് വർക്കൗട്ട് ലീവ് ബാലൻസ് വിത്ത് എഫക്ട് ഫ്രം ഡേറ്റ് ഓഫ് ജോയിനിങ് ഇൻ ഗവൺമെന്റ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ നമ്മൾ എങ്ങനെ ലീവ് അപ്ഡേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ലീവ് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഈ വീഡിയോ ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാണ് തുടങ്ങിയത്. പക്ഷേ വീഡിയോ ലെങ്ത് കൂടിപ്പോയതുകൊണ്ടാണ് ഇതിനെ 3 പാർട്ടായിട്ട് വിഭജിച്ചിരിക്കുന്നത്. ഒരുമിച്ച് തന്നെയാണ് ഈ വീഡിയോ റിലീസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരില്ല. ഫസ്റ്റ് വീഡിയോ കണ്ട് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് 2, 3 വീഡിയോകൾ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓൺ ഫേസ് വീഡിയോ ആണ്, ഇതിനെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.